അമീൻ, ശരൺ നമ്മുടെ ഇന്നത്തെ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നത്. അമീൻ, ശരൺ, നമുക്ക് തുടങ്ങാം. നമസ്കാരം, ഞാൻ അമീൻ, കർണാടക ചാപ്റ്റർ മലയാളം മിഷൻ നീലക്കുറിഞ്ഞി വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് ശരൺ, കർണാടക ചാപ്റ്റർ മലയാളം മിഷൻ നീലക്കുറിഞ്ഞി വിദ്യാർത്ഥിയാണ്. അമീൻ, എന്നാൽ നമുക്ക് തുടങ്ങാം. മലയാള മിഷൻ കർണാടക ചാപ്റ്റർ സുഗതാഞ്ജലി കാവ്യാലാപന മത്സരത്തിന്റെ ഫലപ്രഖ്യാപന ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ആദ്യമേ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മലയാള ഭാഷയെ നെഞ്ചോട് ചേർത്ത് ലോകമെമ്പാടുമുള്ള ഭാഷാ സ്നേഹികൾ തങ്ങളുടെ ഭാഷയും സംസ്കാരവും മലയാള മിഷനിലൂടെ വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്ന മാതൃഭാഷ തൻ മധുരം നുകർന്നു. 4000-ഓളം വിദ്യാർത്ഥികളും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് 400-ഓളം അധ്യാപകരും കഴിഞ്ഞ 12 വർഷമായി കർണാടക ചാപ്റ്റർ മലയാളം മിഷന്റെ ഭാഗമായി നിലകൊള്ളുന്നു. മലയാളത്തിലെ പ്രിയപ്പെട്ട കവിത്രിയും സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയും മലയാള മിഷൻ ഭരണസമിതി അംഗവുമായിരുന്ന സുഗതകുമാരി ടീച്ചറുടെ ഓർമ്മയ്ക്ക് മുന്നിൽ മലയാള മിഷൻ ആഗോളതലത്തിൽ നടത്തിവരുന്ന കാവ്യാലാപന മത്സരമാണ് സുഗതാഞ്ജലി. സുഗതകുമാരി ടീച്ചർ, ആശാൻ, വൈലോപ്പിള്ളി കവിതകൾ ആയിരുന്നു പിന്നീട് വർഷങ്ങളിൽ കുട്ടികൾ ചൊല്ലിയത്. ഈ വർഷം സുഗതാഞ്ജലി മത്സരത്തിൽ സബ് ജൂനിയർ വിഭാഗം ചങ്കമ്പുയ കവിതകളും, ജൂനിയർ വിഭാഗം ബാലമണിയമ്മ കവിതകളും, സീനിയർ വിഭാഗം ഇടശ്ശേരി കവിതകളും ആയിരുന്നു മത്സരാർത്ഥികൾക്ക് ലഭിച്ചത്. കർണാടക ചാപ്റ്ററിൽ 6 സോണുകളിലായി 200-ഓളം വിദ്യാർത്ഥികൾ മേഖലാ തലത്തിൽ പങ്കെടുത്തു. മേഖലയിൽ നിന്നും 1, 2, 3 സ്ഥാനം ലഭിച്ച സബ് ജൂനിയർ വിഭാഗം 18 കുട്ടികളും, ജൂനിയർ വിഭാഗം 19 കുട്ടികളും, സീനിയർ വിഭാഗം 2 പേരുമാണ് ചാപ്റ്റർ തലത്തിൽ ഇത്തവണ മാറ്ററിച്ചത്. ചാപ്റ്റർ തലത്തിന്റെ വിധി നിർണയം ആണ് സമയത്തിനകം നടക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ അറിയിക്കുന്നു. ആദ്യമായി സ്വാഗത ഭാഷണത്തിനായി സുഗതാഞ്ജലി കോർഡിനേറ്റർ ജീവൻ സാറിനെ ക്ഷണിക്കുന്നു. സ്വാഗതം ജീവൻ സർ. താങ്ക് യു. നമസ്കാരം എല്ലാവർക്കും. ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് എനിക്ക് സ്വാഗതം ആശംസിക്കുന്ന എന്നുള്ള കർത്തവ്യമാണ് കിട്ടിയിരിക്കുന്നത്. ആദ്യമായി നമ്മളുടെ ഈ പ്രോഗ്രാമിലേക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ കൂടെ അദ്ദേഹത്തിന്റെ വീഡിയോ അയച്ചു തന്നിട്ടുള്ള നമ്മുടെ ഉദ്ഘാടകനായ ശ്രീ കുരുവിപ്പുഴ ശ്രീകുമാർ സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം നമ്മളുടെ കർണാടക ചാപ്റ്ററിന്റെ പ്രസിഡന്റായ നമ്മളുടെ എവരുടെയും ഗുരുതുല്യനായ ദാമോദരൻ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർണാടക ചാപ്റ്ററിന്റെ സെക്രട്ടറിയായ ഹിത ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ കൺവീനറായ ശ്രീ ടോമി ജെ ആലുങ്കൽ സാറ്, അദ്ദേഹത്തിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ ഈ പ്രോഗ്രാം നടത്തിപ്പിനായി വളരെ ശ്രമങ്ങൾ നടത്തുകയും വളരെ നല്ല കോർഡിനേഷൻ നടത്തുകയും ചെയ്ത എല്ലാ മേഖലാ കോർഡിനേറ്റർമാരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ നമ്മുടെ കാവ്യ ശില്പശാലയ്ക്ക് വളരെ ജീവൻ പകർന്നു നൽകി കുട്ടികളോടൊപ്പം നിന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ട്രെയിൻ ചെയ്യുകയും എല്ലാം ചെയ്ത നീതു കുറ്റിമാക്കൽ, അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല, ഇപ്പോൾ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെയും നീതു ടീച്ചറിനെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ വളരെ വലിയ ഒരു കർത്തവ്യം നിർവഹിച്ച ഈ സുഗതാഞ്ജലിയുടെ മേഖലാതല മത്സരങ്ങളുടെയും ചാപ്റ്റർ തല മത്സരങ്ങളുടെയും എല്ലാം വിധി നിർണയത്തിൽ ഞങ്ങളെ വളരെയധികം സഹായിച്ച ജഡ്ജിമാരാണ്, ജഡ്ജസാണ്. അതിൽ കുറച്ചു പേർക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല, ബാക്കിയുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ ഹൃദയത്തിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുകയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതുകൂടാതെ നമ്മളുടെ എല്ലാ ക്ലാസ്സുകളുടെ അധ്യാപകർ, കുട്ടികൾ, ഇന്നിവിടെ വന്നിരിക്കുന്ന കുട്ടികൾ, അതുകൂടാതെ പങ്കെടുത്ത കുട്ടികൾ, സമ്മാനാർഹരായ കുട്ടികൾ, അവരെല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. നന്ദി ജീവൻ സർ.
അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി കർണാടക ചാപ്റ്റർ പ്രസിഡന്റ് പ്രിയപ്പെട്ട ദാമോദരൻ മാഷിനെ ക്ഷണിക്കുന്നു. സ്വാഗതം ദാമോദരൻ മാഷെ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇവിടെ നമ്മളെല്ലാവരും ചേർന്നിരിക്കുന്നത് മലയാള മിഷൻ കർണാടക ചാപ്റ്ററിൻ്റെ സുഗതാഞ്ജലി മത്സര പ്രഖ്യാപനം ശ്രവിക്കാനായിട്ടാണ്. ഈ മത്സരത്തിൻ്റെ പിന്നിൽ വളരെയധികം പേർ പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 12 വർഷമായി മലയാള മിഷൻ കർണാടക ചാപ്റ്റർ വളരെ സ്തുത്യർഹമായ രീതിയിൽ മലയാളം ഭാഷ, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. 1 മിനിറ്റ്, എനിക്കൊരു ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. 1 മിനിറ്റ്. എവിടെയെല്ലാം മലയാളം എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്ന ആപ്തവാക്യവുമായി നമ്മൾ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി കുട്ടികൾക്കായി മലയാള ഭാഷ പകർന്നു നൽകുവാനായിട്ട് പ്രവർത്തിച്ച് വരികയാണ്. എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൺവീനർ ശ്രീ ടോമി മാഷ്, സെക്രട്ടറി ശ്രീമതി ഹിത വേണുഗോപാൽ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഹസീന, എന്നെ എപ്പോഴും സഹായിക്കാറുള്ള ശ്രീമതി ബുഷ്ര, അതുപോലെ തന്നെ സ്തുത്യർഹമായ രീതിയിൽ തന്നെ എന്നോടൊപ്പം സഹകരിച്ചു വരുന്ന നമ്മുടെ ഫിനാൻസ് സെക്രട്ടറി ജിസോ ജോസ്, വെസ്റ്റ് മേഖലയുടെ കൺവീനറായ ഡോക്ടർ ജിജോ, സെൻട്രൽ മേഖലയുടെ കൺവീനറായ നൂർ മുഹമ്മദ്, ഈസ്റ്റ് മേഖലയുടെ കോർഡിനേറ്ററായ ശ്രീ അനൂപ്, അതുപോലെ തന്നെ ബിനീഷ് എന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള തോന്നുന്നു. വളരെയധികം ഗംഭീരമായ രീതിയിൽ നടക്കുന്ന ഒരു മേഖലയാണ് മൈസൂർ മേഖലയിൽ നിന്നും പ്രദീപ് കുമാർ കൂടെ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന അക്കാഡമിക് കോർഡിനേറ്ററായ ശ്രീമതി മീരയാണ് ഈ പ്രവർത്തനത്തിൻ്റെ എല്ലാ ചുക്കാനും സമയാനുതമായിട്ട് നമ്മുടെ ജഡ്ജിമാരായിട്ട് സംസാരിക്കുകയും ജഡ്ജിമാർക്ക് വേണ്ടുന്ന ആവശ്യകതമായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഓരോ മത്സരാർത്ഥിയും ഏത് രീതിയിലായിരിക്കണം നമ്മുടെ ഈ സുഗതാഞ്ജലിയെ നേരിടേണ്ടത് എന്നുള്ളതിനായിട്ട് നമുക്ക് എല്ലാവിധ നിർദ്ദേശങ്ങളും അതാത് സമയത്ത് അയക്കേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ മീരയുടെ നേതൃത്വത്തിലാണ് നടന്നത്. കൂടാതെ നമ്മുടെ എല്ലാ ടീച്ചർമാരും നമ്മുടെ ഈ സുഗതാഞ്ജലി മത്സരം വളരെ ഉന്നതമായ രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടു പോകാനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറെ എടുത്തു പറയേണ്ട ഒരു പേരാണ് ശ്രീമതി നീതു കുറ്റിമാക്കൽ. സുഗതാഞ്ജലി പരിപാടി നമ്മൾ നടത്തുന്നതിന് മുന്നാലെ തന്നെ കാവ്യശില്പശാല എന്ന രീതിയിൽ മൈസൂർ മേഖലയ്ക്കും അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ മറ്റെല്ലാ മേഖലയ്ക്കും കർണാടകയിലെ മൊത്തം കുട്ടികൾക്കായിട്ട് എങ്ങനെയായിരിക്കണം ഒരു കാവ്യാലാപന മത്സരത്തെ നമ്മൾ നേരിടേണ്ടത്, ഒരു കവിത എങ്ങനെയായിരിക്കണം ചൊല്ലേണ്ടത്, കവിതയെ ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലുന്ന രീതി എങ്ങനെയായിരിക്കണമെന്ന സുദീർഘമായ രീതിയിൽ നമ്മുടെ കുട്ടികളെ പറഞ്ഞു കൊടുക്കുകയും അവരെ പ്രാപ്തരാക്കുകയും ചെയ്തതിന് ഏറെ സന്തോഷമുണ്ട്. ശ്രീമതി നീതു കുറ്റിമാക്കലിന് കേരളത്തിൻ്റെ സാഹിത്യ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് വിലപ്പെട്ട സംഭാവന നൽകിയവരാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചർ. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ ആദ്യം സുഗതകുമാരി ടീച്ചറുടെ കവിതാലാപനം കേട്ടു. പിന്നീട് മഹാകവി കുമാരനാശാന്റെ ആലപനമായിരുന്നു. കഴിഞ്ഞ വർഷം വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ആയിരുന്നു. ഈ വർഷം നമുക്ക് 3 കവികളെയായിരുന്നു നമ്മുടെ കുട്ടികൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം കുട്ടികൾ ഈ വർഷം ചൊല്ലിയിരിക്കുന്ന കവിതകൾ സബ് ജൂനിയർ വിഭാഗത്തിൽ ചങ്ങമ്പുഴിയുടെ കവിതയായിരുന്നു കുട്ടികൾ ചൊല്ലിയിരുന്നത്. ജൂനിയർ വിഭാഗത്തിൽ ബാലാമണി അമ്മയും അതുപോലെ തന്നെ സീനിയർ വിഭാഗത്തിൽ എടശ്ശേരി കവിതകളും കൂടെയായിരുന്നു. നമ്മുടെ സമയാസമയങ്ങളിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് നമ്മളെല്ലാവരും തന്നെ ഒരു കുടുംബം പോലെയാണ് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പം അതിലേക്ക് പ്രത്യേകമായിട്ട് എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ ഉന്നതമായ പ്രവർത്തനത്തിന് നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരും വളരെയധികം സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ആരെയും തന്നെ മറക്കാൻ നമുക്ക് സാധിക്കില്ല. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ബഹുമാന പുരസ്കാരം നമ്മൾ ഓർമ്മിക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജിമാരാണ്. ഒറ്റ ഒരു ഫോൺ കോളിൽ നമ്മളോടൊപ്പം സഹകരിക്കാനും നമുക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങൾ ചെയ്യാനും ഒരു മടിയും കൂടാതെ പൂർണ്ണമായ സന്തോഷത്തോടു കൂടി തന്നെ നമ്മളോടൊപ്പം പ്രവർത്തിച്ചിരിക്കുന്ന ജഡ്ജിമാരുണ്ട്. ജഡ്ജിമാരുടെ വിവരങ്ങൾ നമ്മുടെ മീര നാരായണൻ പറയുന്നതായിരിക്കും. ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. ഇന്നിവിടെ വിജു നായരങ്ങാടി സാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ കൃഷ്ണകുമാർ സാറ്, വേറെ ആരൊക്കെ വന്നില്ല. അപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജഡ്ജിമാർക്കും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്ന
എല്ലാ ജഡ്ജിമാരെയും മലയാളം മിഷന്റെ സാരഥി, കർണാടക ചാപ്റ്ററിന്റെ സാരഥി എന്ന നിലയിൽ ഏറെ സന്തോഷമുണ്ട്. ഹൃദയത്തിന്റെ ഭാഷയിൽ ആദരം അറിയിക്കുക മാത്രമല്ല, ഏറെ സന്തോഷമുണ്ട്. നിങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു വലിയ കർത്തവ്യമാണ്. അതായത് പ്രവാസി മലയാളി കുട്ടികളുടെ കവിത കേൾക്കുകയും അവരുടെ തെറ്റുകളെ മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കാവ്യാലാപനത്തെ ഏത് രീതിയിലായിരിക്കും നിങ്ങൾ വിലമതിച്ചിരിക്കുക എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും ഞങ്ങളോടൊപ്പം അഭിപ്രായം പങ്കിടും എന്നുള്ള അഭിപ്രായം കൂടിയുണ്ട്. കൂടാതെ സമയാസമയങ്ങളിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് നമ്മുടെ മീഡിയ മുഖാന്തരം എല്ലാവിധ പത്രവാർത്തകളും കൊടുക്കുവാനായി നമ്മളെ സഹായിച്ചത് കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് വേണ്ടിയിട്ട് കോർഡിനേറ്ററായി പ്രവർത്തിച്ചിരിക്കുന്ന ശ്രീ സതീഷ് തോട്ടശ്ശേരിയാണ്. അങ്ങനെ നാനാവിധ രീതിയിൽ കൈകോർത്തുകൊണ്ട് എല്ലാ സമയത്തും വേണ്ടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മുടെ മലയാളി മിഷന്റെ കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നിവിടെ വന്നിരിക്കുന്ന രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ മത്സരഫലം അറിയാനായിട്ട് കാത്തിരിക്കുന്ന കൊച്ചുമക്കൾക്കും ഏറെ സന്തോഷമുണ്ട്. നിങ്ങൾ മലയാളം മിഷന്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ വലിയൊരു സാംസ്കാരിക പൈതൃകം നിങ്ങൾക്ക് പകർന്നു തരുന്നതോടൊപ്പം നിങ്ങളത് മനസ്സിലാക്കി നിങ്ങളുടെ മുന്നിലേക്കുള്ള ജീവിതത്തിലേക്ക് ഉപകരിക്കത്തക്ക വിധത്തിൽ മാതാപിതാ ഗുരുദൈവം എന്ന് നമ്മൾ പറയുമ്പോൾ അമ്മയെ മറക്കാതിരിക്കാനും അച്ഛനെ ഏത് സമയത്തും നമ്മളോടൊപ്പം കൊണ്ടു നടക്കുവാനും നമ്മുടെ അപ്പൂപ്പനെയും അതുപോലെ തന്നെ മുത്തശ്ശിയെയും നമ്മുടെ ഒപ്പം സ്നേഹിക്കുവാനും പരസ്പര സ്നേഹത്തോടെ ബഹുമാനത്തോടുകൂടെ ഭാഷയിലൂടെ സ്നേഹം മാത്രമല്ല ആത്മാർത്ഥമായ സ്നേഹം പകർന്നു നൽകാനുള്ള ഒരു പ്രവർത്തനമാണ് മലയാള മിഷൻ കർണാടക ചാപ്റ്ററിൽ നിന്നും ചെയ്യുന്നത്. ഞാൻ ഏറെ സമയം എടുക്കുന്നില്ല. നമ്മുടെ ആങ്കറായിട്ട് നിന്നിരിക്കുന്ന ശരത്തും അതുപോലെ തന്നെ നമ്മുടെ അമീൻ നീലക്കുറിഞ്ഞി വിദ്യാർത്ഥികളാണ്. അവർ വളരെ ധൈര്യപൂർവ്വം അവർക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു ജയിലെ ഏറ്റെടുക്കുകയും നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. എല്ലാവർക്കും സ്നേഹാദരം അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കാവ്യാലാപന മത്സരത്തിൽ വിജയികൾക്കുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ കാവ്യാലാപന മത്സരത്തിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും ഏറെ അഭിമാനപൂർവ്വം വളരെയധികം സന്തോഷവും അഭിനന്ദനവും അറിയിക്കുന്നു. ജയവും തോൽവിയും നമ്മൾ ഒരു മത്സരത്തിൽ ഉള്ളതാണ്. കാരണം ഈ ജയം ഉണ്ടാവുന്നത് മറ്റുള്ളവരും കൂടെ ചേർന്നത് കൊണ്ടാണ്. അതുകൊണ്ട് സമ്മാനം വന്നില്ല എന്ന് ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഒരു ഓട്ടക്കാരൻ ഒരു റണ്ണിങ്ങിലെ ഒരു ഓട്ടക്കാരൻ ജയിക്കുന്നത് അവൻ്റെ കൂടെ ഓടുവാൻ ആൾക്കാർ ഉള്ളത് കൊണ്ടാണ്. മഹാത്മാഗാന്ധിജി പറഞ്ഞ വാക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ട് തീർച്ചയായും എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ അധ്യക്ഷ ഭാഷണം ഞാനിവിടെ നിർത്തുന്നു. സന്തോഷം. നമസ്കാരം എല്ലാവർക്കും. നന്ദി ദാമോദരൻ മാഷെ. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട കവിയും എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും കൂടിയായ കുരീപ്പുഴ ശ്രീകുമാർ സാറാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത്. ഏറെ സ്നേഹത്തോടെ സാറിന്റെ വാക്കുകളിലേക്ക്. മലയാളം മിഷൻ കർണാടക ചാപ്റ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി സുഗതകുമാരിയുടെ സ്മരണാർത്ഥം നടത്തിയ ആഗോളതല കവിതാ മത്സരത്തിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുന്ന ഈ ചടങ്ങ് വളരെ സന്തോഷത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. 4 വരി കവിതയിൽ ഞാനും ഇതിൽ പങ്കാളിയാകുന്നു. ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം, രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം, പൂക്കളോട് പൂക്കളെ തിരക്കണം, രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം. നമ്മുടെ മാതൃഭാഷയായ മലയാളം, അമ്മ മലയാളം, ലോകത്തിലെ അപൂർവ തേജസ്സുള്ള ഭാഷകളിലൊന്നാണ്. പുഴയും തുഴയും മഴയും വാഴപ്പഴവും ഒക്കെയുള്ള അസാധാരണമായൊരു ഭാഷ. വികാരങ്ങളെ പ്രകടിപ്പിക്കുവാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ഭാഷ. എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും അത് ലോകത്തിലെ ഉന്നതികളുടെ പിന്നിൽ പ്രവർത്തിച്ച അവിടെയെല്ലാം വിയർപ്പ് കൊണ്ട് അടയാളം വച്ചിട്ടുള്ള മലയാളിയുടെ മാതൃഭാഷയാണ്. വലിയ കവികളും വലിയ കഥാകാരന്മാരും വലിയ ചലച്ചിത്ര സംവിധായകരും ഒക്കെ സംസാരിച്ച ഭാഷയാണ് നമ്മുടെ ഭാഷ. കാക്കാരിശി നാടകവും വെള്ളരി നാടകവും ഉണ്ടായ ഭാഷയാണ് നമ്മുടെ ഭാഷ.
ആയിരക്കണക്കിന് നാടൻ പാട്ടുകൾ, കടത്തനാടൻ പാട്ടുകൾ അടക്കമുള്ള നൂറുകണക്കിന് വരികളുള്ള പാട്ടുകൾ. കുഞ്ചൻ നമ്പ്യാരെ പോലെ അസാധാരണ സൗന്ദര്യമുള്ള ഒരു കവി. അങ്ങനെയാണ് ആധുനിക മലയാള കവിതയിലെ യുവ കവികളുടെ വലിയ പ്രവാഹമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാള കവിതയിൽ ആ സ്ത്രീകളുടെ മുന്നേറ്റം വളരെ വലുതായിട്ട് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടും ലോകത്തിലെ മികച്ച ഭാഷകളിലൊന്നായ നമ്മുടെ ഭാഷയെ അമ്മ മലയാളത്തെ നമുക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കവിതാ മത്സരം നടത്തുന്നത് എന്ന് എനിക്കറിയാം. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമസ്കാരം. നന്ദി കുരുപ്പയ്യ സാർ. അടുത്തതായി നമ്മുടെ ഈ വർഷത്തെ സുഗതാഞ്ജലിയെ കുറിച്ച് സംസാരിക്കാനും ആശംസകൾ അറിയിക്കുവാനും കർണാടക ചാപ്റ്റർ സെക്രട്ടറി ഹിത ടീച്ചർ നമുക്കൊപ്പം ചേരുന്നു. ഹിത ടീച്ചർക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ മലയാളം മിഷൻ കർണാടക ചാപ്റ്ററിന്റെ 12ാം വാർഷികമാണിത്. അപ്പോൾ അതേ നമ്മുടെ കോഴ്സുകളിൽ പറയുന്നത് പോലെ നീലക്കുറിഞ്ഞി പൂക്കുന്ന കാലമാണ്. അപ്പൊ 12 വർഷത്തെ നേട്ടങ്ങൾ ഒക്കെ നമ്മളെ എല്ലാ വർഷവും അതിന്റെ പൂർണ്ണതയിൽ കാണുന്ന ഒരു ഇവന്റ് ആണ് സുഗതാഞ്ജലി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സുഗതാഞ്ജലി അനൗൺസ് ചെയ്ത കാലത്ത് നമുക്ക് ഏറ്റവും വലിയ സംശയം എന്ന് പറഞ്ഞാൽ കുട്ടികൾ 16 വരി കവിതകൾ, വീട്ടിൽ മലയാളം സംസാരിക്കാത്ത കുട്ടികള്, ഒരുപക്ഷെ ഇംഗ്ലീഷിനും ഹിന്ദിക്കും കന്നഡയ്ക്കും ഒക്കെ ശേഷം മാത്രം മലയാളം തങ്ങളിലേക്ക് വരുന്ന കുട്ടികള് എങ്ങനെ 16 വരി കവിതകൾ പാടുന്നായിരുന്നു. പക്ഷെ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് കുട്ടികൾ എല്ലാ വർഷവും 20, 30 വരികളൊക്കെ ബൈഹാർട്ട് പഠിച്ച് പാടുന്നത്. അപ്പൊ ഇക്കൊല്ലം ഇത്തിരി പോന്ന കുട്ടികള് ശരിക്കും എന്താ പറയാ 6ഉം 7ഉം വയസ്സുള്ള കുട്ടികള് ഒഴുകുമുടയാടയിൽ ഒളിയലകൾ ചിന്നി എന്നൊക്കെ ഇങ്ങനെ അക്ഷരം തെറ്റാതെ പാടുന്നത് കേൾക്കുന്നതാണ് അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. അപ്പോൾ ഈ മത്സരത്തിൽ മേഖലാതലത്തിലും ഇപ്പൊ ചാപ്റ്റർ തലത്തിലും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു. നേരത്തെ ദാമോദരൻ മാഷ് പറഞ്ഞതുപോലെ ഒരു മത്സരമാവുമ്പോൾ ജയമുണ്ടാവാം, തോൽവി ഉണ്ടാവാം. ഇനി മുന്നോട്ടും ഇതേ നിങ്ങളിപ്പോ ഈ ഒരു കവിതകളൊക്കെ പഠിക്കാൻ കാണിച്ച ഇൻട്രസ്റ്റ് ഇനി തുടർന്നും കാണിക്കുക. ഈ കവികളുടെ ഒക്കെ കൂടുതൽ കവിതകൾ അറിയുക, കൂടുതൽ കവിതകൾ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഭാഷയോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പൊ കൂടുതൽ കവിതകൾ പഠിക്കുക, കൂടുതൽ ഭാഷയെ അറിയാൻ ശ്രമിക്കുക, നല്ല അക്ഷരശുദ്ധിയുള്ള നല്ല കുട്ടികളായി മാറുക എന്ന് എല്ലാ കുട്ടികളെയും ആശംസിക്കുന്നു. അതുപോലെ അവരെ ഒരുക്കിയെടുത്ത എല്ലാ അധ്യാപകർക്കും അവരുടെ മാതാപിതാക്കൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങളും കൂടെ അറിയിക്കട്ടെ. ഈ പറയുന്ന പോലെ ഈ പ്രായത്തിലുള്ള ചെറിയ കുട്ടികളെ അതും മലയാളം ശരിക്കും എന്താ പറയാ കൂടുതൽ സംസാരിക്കാത്ത കുട്ടികളെ ഇത്രയും കഠിനമായിട്ടുള്ള കവിതകളൊക്കെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന ചില്ലറ പ്രയത്നം അല്ല എന്നുള്ളത് നമുക്കറിയാം. അത് ചെയ്ത എല്ലാ അധ്യാപകർക്കും എല്ലാ മാതാപിതാക്കൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ നേരത്തെ ദാമോദരൻ മാഷ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇക്കൊല്ലം നമ്മൾ സുഗതാഞ്ജലിയുടെ പ്രിപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ചാപ്റ്റർ തലത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു കാവ്യാലാപന ശില്പശാല നടത്തിയിരുന്നു. 2 മാസം നീണ്ട ഓൺലൈൻ ക്ലാസ്സുകളും വെക്കേഷൻ സമയത്ത് വീക്കെൻഡുകളിൽ നടന്ന ഓൺലൈൻ ക്ലാസ്സുകളും തുടർന്ന് നടന്ന ഒരു ഓഫ്ലൈൻ ക്ലാസ്സുമായിട്ട് നമ്മുടെ തന്നെ അധ്യാപികയായിട്ടുള്ള നീതു കുറ്റിമക്കൽ ഒരുപാട് കവിതാരംഗത്ത്, കവിതാലാപന രംഗത്ത്, കാവ്യകേളി രംഗത്തൊക്കെ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നീതു ടീച്ചർ നമ്മുടെ കുട്ടികളെ ഓരോരുത്തരെയും പേഴ്സണലായിട്ട് അവരവരുടെ കുറവുകളും അവരവരുടെ സ്ട്രെങ്ത്തുകളും കണ്ടുപിടിച്ച് അവരെ എന്താ പറയാ സൂക്ഷ്മമായിട്ട് മോൾഡ് ചെയ്തെടുത്തിട്ടാണ് ഈ കൊല്ലത്തെ കോമ്പറ്റീഷന് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കൊല്ലത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ അടുത്ത ലെവൽ ഇനി നമുക്ക് ആഗോളതലത്തിലുള്ള ഒരു മത്സരം നടക്കാൻ പോകുന്നുണ്ട്. ഇന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളെ ഇനിയും അവരുടെ മികവുറ്റ പ്രകടനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അവരെ ഇനിയും പരിശീലിപ്പിക്കാൻ നീതു ടീച്ചർ റെഡിയാണ്. അപ്പൊ നീതു ടീച്ചർക്കും നീതു ടീച്ചറുടെ കുട്ടികൾക്കും എല്ലാവിധത്തിലുള്ള ഭാവുകങ്ങളും നേരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പരിപാടിയുടെ ആദ്യാവസാനം നിന്ന ജീവൻ മാഷ്, മീര ടീച്ചർ, അതുപോലെ എല്ലാ കോർഡിനേറ്റർമാർക്കും പിന്നെ അതുപോലെ എല്ലാ സോണുകളിൽ നിന്നും വോളണ്ടിയർമാരായിട്ട് മുന്നോട്ട് വന്ന അധ്യാപകർക്ക് പ്രത്യേകം നന്ദിയും ആശംസകളും അറിയിക്കുന്നു. നിങ്ങളുടെയൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമത്തിന്റെ ഏറ്റവും അവസാന പടി നമ്മുടെ ചാപ്റ്റർ തലത്തിലുള്ള ഏറ്റവും അവസാനത്തെ കടമ്പയിലേക്കാണ് നമ്മൾ കടക്കുന്നത്.
നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ. അതുപോലെ എന്താ പറയാ, ഒരു ഫോൺ കോളിന്റെ ബലത്തിൽ മാത്രം നമ്മുടെ കൂടെ നിന്ന എല്ലാ വിധികർത്താക്കൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്കും ഈ പറയുന്ന ഭാഷയോടുള്ള ഒരു അഭിമുഖ്യം അല്ലെങ്കിൽ ഭാഷയോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഉദ്യമത്തിന് നമ്മളോട് തോളിലോട് തോൾ ചേർന്ന് നിന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും ഭാഷാപരമായും മറ്റ് അക്കാഡമിക് ആയിട്ടുള്ള എല്ലാ പല മേഖലകളിലുള്ള വിധികർത്താക്കളാണ്. എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. അങ്ങനെ നമ്മൾ ഇനി ഏതാനും നിമിഷങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇക്കൊല്ലത്തെ ഫലപ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള വിജയാശംസകളും നേർന്നുകൊണ്ട് നന്ദി. നന്ദി ടീച്ചർ. സുഗതാഞ്ജലി കാവ്യാലാപന മത്സരത്തിൽ ഓരോ ഘട്ടത്തിലും വിധികർത്താക്കളായി നമുക്കൊപ്പം ഉണ്ടായിരുന്ന വിശിഷ്ട വ്യക്തികളെ നമുക്ക് പരിചയപ്പെടണം. അവരുടെ വിലപ്പെട്ട വാക്കുകൾ കാതോർക്കണം. ഇത്തവണ 2 ഘട്ടങ്ങളിലായി 10 വിധികർത്താക്കളാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. ചാപ്റ്റർ തല മത്സരത്തിലെ സീനിയർ വിഭാഗ വിധികർത്താക്കളെ പരിചയപ്പെടുത്താൻ സൗത്ത് മേഖല അധ്യാപികയായ ശാരിക ടീച്ചർ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മലയാള മിഷൻ കർണാടക ചാപ്റ്റർ സുഗതാഞ്ജലി കാവ്യാലാപന മത്സരം 2024 സീനിയർ വിഭാഗം ഫലപ്രഖ്യാപനത്തിന്റെ വിധികർത്താക്കളെ പരിചയപ്പെടുത്തുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ആദ്യമായി ഡോക്ടർ ആര്യാംബിക. 1981 പാല ഇടനാട്ടിൽ ജനനം. ചേർത്തല NSS കോളേജിൽ സംസ്കൃത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് സംസ്കൃത സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി കനകശ്രീ പുരസ്കാരം, ഇടശ്ശേരി പുരസ്കാരം, വൈലോപ്പള്ളി പുരസ്കാരം, SBT പുരസ്കാരം, ഏറ്റുമാനൂർ സോമനാഥൻ പുരസ്കാരം, സ്വാതി അയ്യപ്പപ്പണിക്കർ പുരസ്കാരം, തപസ്യ ദുർഗാദത്ത പുരസ്കാരം, VT കുമാരൻ മാസ്റ്റർ പുരസ്കാരം, കനക കൗതുകം മുക്തം പുരസ്കാരം, ശ്രീരേഖ പുരസ്കാരം തുടങ്ങിയവ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഡോക്ടർ ആര്യാംബികയുടെ പ്രസിദ്ധീകരിച്ച ഏതാനും കൃതികൾ തോന്നിയ പോലെ ഒരു പുഴ, കാട്ടിലൂടോടുന്ന തീവണ്ടി, രാത്രിയുടെ നിറമുള്ള ജനാല തുടങ്ങിയവയാണ്. അടുത്തതായി ശ്രീമതി ആതിര മധു. കർണാടക സംഗീതത്തിൽ 16 വർഷത്തിൽ പരം പരിചയം. കൈരളി TV മാമ്പഴം റിയാലിറ്റി ഷോ ഫൈനലിസ്റ്റ് ആയിരുന്ന ആതിര മധു കൈരളി, കിരൺ, ഏഷ്യാനെറ്റ്, ഷാലോം TVയിൽ വിവിധ പരിപാടികളിൽ സംഗീത വിഭാഗത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അടിസ്ഥാന ഗ്ലോബൽ എന്ന മ്യൂസിക് സ്കൂൾ നടത്തിവരുന്നു. അടുത്തതായി അനിൽ രോഹിത്. എഴുത്തുകാരനും നാടക സംവിധായകനുമായ അനിൽ രോഹിത് സ്കൂൾ തലം മുതൽക്കേ ലഘുവും ദീർഘവുമായ നാടകങ്ങൾ, ചെറുകഥകൾ, ഗാനവും ഹ്രസ്വചിത്രങ്ങളും എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട്. സിംഗപ്പൂർ കൈരളി കലാനിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്തിത്തോറ്റം മലയാള നാടകത്തിന്റെ 2ാം ഭാഗം സിംഗപ്പൂരിൽ അവതരിപ്പിക്കപ്പെട്ടു. കഴിഞ്ഞ വർഷം അന്തിത്തോറ്റം 1ാം ഭാഗവും ഇതേ ബാനറിൽ നടത്തി. ബാംഗ്ലൂരിൽ വേൾഡ് മലയാളി ഫെഡറേഷനുമായി ചേർന്ന് തുഷാഗ്നി എന്ന നാടകം എഴുതി സംവിധാനം ചെയ്തു. ബാംഗ്ലൂർ നഗരത്തിൽ 1.5 പതിറ്റാണ്ടായി അതിജീവനം തുടരുന്നു. ബാംഗ്ലൂർ HAL ഗവേഷണ വിഭാഗത്തിൽ സീനിയർ മാനേജറായി പ്രവർത്തിച്ചു വരുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശാരിക ടീച്ചർ. അടുത്തതായി നമ്മളോട് 2 വാക്ക് സംസാരിക്കാൻ ആതിര മധു എത്തിച്ചേർന്നിട്ടുണ്ട്. സീനിയർ വിഭാഗം വിധി നിർണയത്തിൽ സമയമാണ്. വിധി പ്രഖ്യാപനത്തിനായി ആതിര മാമിനെ ക്ഷണിക്കുന്നു. സീനിയർ. നമസ്കാരം. നന്ദി അമ്മി, നന്ദി ശാരിക ടീച്ചർ, നല്ല ഒരു ആമുഖം തന്നതിന്. എല്ലാവർക്കും നമസ്കാരം. ദാമോദര മാഷ്, ചേച്ചി, ഹിത ചേച്ചി, മീര ചേച്ചി, എല്ലാവർക്കും നമസ്കാരം. സുഗതാഞ്ജലി 2024 സീനിയർ വിഭാഗത്തിന്റെ ജഡ്ജ്മെന്റ് ആണ് എനിക്ക് തന്നിരുന്നത്. 2 കുട്ടികളാണ് കവിത ചൊല്ലാനായിട്ട് വന്നിരുന്നത്. 2 പേരും പാടിയത് ഒരേ കവിതയായിരുന്നു. അപ്പോൾ ജഡ്ജ്മെന്റ് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും പറഞ്ഞാല്. പക്ഷെ ഈ റിസൾട്ട് പറയുന്നതിനെക്കാട്ട് മുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇങ്ങനെ ഒരു കവിത നിങ്ങൾ മലയാളം മാഷ് ദാമോദര മാഷ് പറഞ്ഞ പോലെ വിജയം അതൊക്കെ ഒരു സൈഡിൽ ഇരിക്കട്ടെ, പക്ഷെ ഇങ്ങനെ ഒരു കവിത നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ ഭാഷ അല്ലാഞ്ഞിട്ട് കൂടെ ഇവിടെ വന്ന്
മലയാളം പഠിച്ച് അത് കാണാപ്പാഠം പഠിച്ച് അത് പാടുക എന്ന് പറയുന്ന അവർക്ക് വലിയൊരു കയ്യടി ആദ്യം തന്നെ ഞാൻ കൊടുക്കണം. അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ അവരെ എന്താ പറയുക ഇങ്ങനെ ഒരു കവിത പഠിപ്പിച്ചു കൊടുത്ത മലയാളം മിഷൻ ആദ്യം തന്നെ കവിത കേട്ടപ്പോൾ വളരെയധികം അത്ഭുതമായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞ ആദ്യം തോന്നിയത്. അപ്പോ ഇതിൽ നിങ്ങൾ പങ്കെടുക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും ഇതിന്റെ വിജയികളാണ്. എന്നാലും മത്സരമായതുകൊണ്ട് 1ാം സ്ഥാനം 2ഉം 3ഉം ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് മാത്രം ചെറിയൊരു വ്യത്യാസത്തിന്റെ പേരിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ചെസ് നമ്പർ 904 ഹൃതിക മനോജ്, KNSS ജയമഹൽ കരയോഗം നോർത്ത് സോൺ. ഹൃതിക കുട്ടിക്ക് അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ഒട്ടും പുറകിലല്ലാതെ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ചെസ് നമ്പർ 903 DS അക്ഷര മലയാള വേദി നഞ്ചൻകോട് മൈസൂർ സോൺ. അപ്പൊ രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. ഇനിയും കവിതകൾ പാടാനും പഠിക്കാനും അറിയാനും അവസരം ഉണ്ടാവട്ടെ. നന്ദി. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. അടുത്തതായി ആശംസ അറിയിച്ച് സംസാരിക്കാൻ ചാപ്റ്റർ കൺവീനർ ടോമി ജെ ആലുങ്കൽ സാറിനെ ക്ഷണിക്കുന്നു. ടോമി സാർ, ടോമി സാറെ അൺമ്യൂട്ട് ചെയ്തേ. ഞാൻ ഒന്ന് മാറി നിന്നിട്ട് ഒരു മീറ്റിംഗ് സ്ഥലത്ത് നിന്നായിരുന്നു. ഓക്കെ, എന്നെ കേൾക്കാമോ? ജി സോമാഷ് കേൾക്കാം മാഷ്, പറഞ്ഞോളൂ. പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ആദ്യമേ തന്നെ വളരെ നല്ലൊരു നന്ദി അറിയിക്കട്ടെ. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട കുര്യപ്പൻ സാറിനും യോഗാധ്യക്ഷൻ ദാമോദര സാറിനും എല്ലാവർക്കും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് രാവിലെ വളരെ യാദൃശ്ചികമായിട്ട് സമീക്ഷാ സംസ്കൃതിയിലെ പഠന കേന്ദ്രത്തിൽ സർട്ടിഫിക്കറ്റ് വിതരണവും അവരുടെ കുട്ടികളുടെ ഒരു ഫംഗ്ഷനും പങ്കെടുക്കാൻ വേണ്ടി പോകാനിടയായി. പ്രിയപ്പെട്ടവരെ, അവിടെ ചെന്ന് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന്റെ അവസാനം ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത കുട്ടികൾ അവരുടെ കവിതകൾ അവതരിപ്പിച്ചു അവിടെ. അതായത് നമ്മുടെ ഇപ്രാവശ്യം സുഗതാഞ്ജലിക്ക് വേണ്ടി കുട്ടികൾ പഠിച്ച കവിതകൾ. ഇത് ആ മക്കള് ആദ്യാവസാനം അത് മുഴുവനും ഒരു കവിത ഏകദേശം 5-10 മിനിറ്റുള്ള കവിത മുഴുവനും പാടി തീർന്നപ്പോൾ സത്യത്തിൽ മലയാളം മിഷന്റെ പ്രവർത്തകർ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും ഒത്തിരി അഭിമാനം. എനിക്ക് എന്റെ കണ്ണ് നിറഞ്ഞൊരു നിമിഷമായിരുന്നു. കാരണം അത്രയ്ക്ക് നന്നായിട്ട് ആ കുട്ടികൾ അതെല്ലാം പഠിച്ച് അവതരിക്കും. ഇതുപോലെ നമ്മുടെ എത്രയോ കുട്ടികൾ ഇപ്പൊ ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് വളരെയധികം കുട്ടികൾ മലയാള കവിതകൾ നന്നായിട്ട് പഠിച്ച് അതിനെ മനസ്സിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും മുന്നിൽ പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് വളരെ മനോഹരമായി ഇന്നത്തെ ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, ജഡ്ജസിനും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും മലയാളം മിഷൻ കർണാടക ചാപ്റ്ററിന്റെ കൺവീനർ എന്ന നിലയിൽ അഭിനന്ദനങ്ങൾ. നന്ദി. നന്ദി ടോമി മാഷ്. നമുക്ക് സീനിയർ കുട്ടികളുടെ കവിതാലാപനത്തിന്റെ ചെറിയ ഭാഗം കേൾക്കാം. നമസ്കാരം. പ്രശസ്ത കവി ശ്രീ എടശ്ശേരി ഗോവിന്ദൻ നായരുടെ കറുത്ത ചെട്ടിച്ചികൾ എന്ന കവിത. പേരാറ്റു നീരായ ചെമ്പിച്ച പൈകളെ ധാരാളമാട്ടി തെളിച്ചു കൊണ്ടങ്ങനെ എത്തി കിഴക്കൻ മല കടന്നിന്നലെ ഈ തീരഭൂവിൽ കറുത്ത ചെട്ടിച്ചികൾ മാരിവില്ലെന്നീ നിനച്ചുപോയി നാം മനോഹാരി ഭൂഭംഗിയാൽ സ്തബ്ധരായോഷമാർ ചായം പിഴിഞ്ഞൊരു ചേല ചുറ്റിപ്പുതച്ച്
ആയതമാക്കുമാ സാനുവിൽ നിൽക്കവേ. ചുണ്ടും പിളുത്തി ചുരുളൻ മുടിയുമായി മുണ്ടകപ്പാടങ്ങൾ കാത്തുകിടക്കയാ. പെറ്റണീക്കും മുൻപ് കണ്ണടച്ചാളഹോ പറ്റേ വിളർത്തൊര കാലവർഷാങ്കന. ഇന്നിന്തഴക് ഈ കറുമ്പിക്കിടാത്തികൾക്ക് എന്റെ നാട്ടാരുടെ കണ്ണിലെന്നോ രസം. മലയാളത്തിന്റെ മഹാകവിയായ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഉജ്ജ്വലമായ കവിതയാണ് കറുത്ത ചെട്ടിച്ചികൾ. കിഴക്കിൽ നിന്ന് വരുന്ന മഴമേഘങ്ങളെയും അലങ്കാര സാമഗ്രികൾ എത്തിച്ചു കൊടുക്കുന്ന വാണിഭക്കാരായ തമിഴത്തികളെയും ഉൾക്കൊള്ളുന്ന കവിതയാണിത്. കറുത്ത ചെട്ടിച്ചികൾ. പേരാറ്റു നീരായ ചെമ്പിച്ച പൈക്കളെ ധാരാളമാട്ടി തെളിച്ചു കൊണ്ടങ്ങനെ. പേരാറ്റു നീരായ ചെമ്പിച്ച പൈക്കളെ ധാരാളമാട്ടി തെളിച്ചു കൊണ്ടങ്ങനെ. എത്തി കിഴക്കൻ മല കടന്നിന്നലെ ഇത്തീര ഭൂവിൽ കറുത്ത ചെട്ടിച്ചികൾ. മാരിവിൽ എന്നെ നിനച്ചുപോയി നാം, മാരിവിൽ എന്നെ നിനച്ചുപോയി നാം. മനോഹരി ഭൂഭംഗിയാൽ സ്തബ്ധരായോഷമാർ ചായം പിഴിഞ്ഞൊരു ചേല ചുറ്റി പുത ചായുധമാക്കും അസാനുവിൽ നിൽക്കവേ. ചായം പിഴിഞ്ഞൊരു ചേല ചുറ്റി പുത ചായുധമാക്കും അസാനുവിൽ നിൽക്കവേ. ചുണ്ടും പിളർത്തി ചുരുളൻ മുടിയുമായി മുണ്ടകപ്പാടങ്ങൾ കാത്തു കിടക്കയാ. ചുണ്ടും പിളർത്തി ചുരുളൻ മുടിയുമായി മുണ്ടകപ്പാടങ്ങൾ കാത്തു കിടക്കയാ. അടുത്തതായി ജൂനിയർ വിഭാഗം വിധികർത്താക്കളെ പരിചയപ്പെടുത്താൻ സൗത്ത് സോൺ അധ്യാപിക സുധ ടീച്ചറെ ക്ഷണിക്കുന്നു. നമസ്കാരം. കേൾക്കുന്നുണ്ട്? കേൾക്കാം ടീച്ചറെ. വീഡിയോ ഓണാക്കാം ടീച്ചറെ. ഓണാക്കിയിട്ടുണ്ട്. നമസ്കാരം. മലയാളം മിഷൻ കർണാടക ചാപ്റ്റർ സുഗതാഞ്ജലി ജൂനിയർ വിഭാഗത്തിന്റെ വിധികർത്താക്കളെ പരിചയപ്പെടുത്തുന്നു. ആദ്യമായി ഡോക്ടർ ടി.കെ. സന്തോഷ് കുമാർ സർ, കവി, നിരൂപകൻ, ടെലിവിഷൻ അവതാരകൻ, കേരള സർവകലാശാല മലയാളം വിഭാഗത്തിൽ അധ്യാപകൻ, 2 കവിതാ സമാഹാരം ഉൾപ്പെടെ 15 പുസ്തകങ്ങൾ, ടെലിവിഷൻ സംബന്ധിച്ച മികച്ച രചനയ്ക്ക് 3 വട്ടം സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കുകളിൽ ചിലത് കാഴ്ചയുടെ രസാന്തരങ്ങൾ, KP അപ്പൻ, ഋതുഭേദങ്ങളുടെ പുസ്തകം, കോവിഡ് അനന്തരം മലയാളി ജീവിതം എന്നിവയാണ്. അടുത്തതായി വേലു ഹരിദാസ്, കൈരളി TV മാമ്പഴം റിയാലിറ്റി ഷോ സീസൺ 4-5 മത്സരാർത്ഥി, സിനിമ പിന്നണി ഗായകൻ, കർണാടക സംഗീതത്തിൽ 10 വർഷത്തിലേറെ പരിചയം, സബ് ജില്ല, ജില്ലാ, യുവജനോത്സവ വേദികളിൽ വിധികർത്താവായി പ്രവർത്തിച്ചിട്ടുണ്ട്. കവിത, സിനിമ, ഗാനാലാപന രംഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. ബാംഗ്ലൂരിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നു. ശ്രീകാന്ത് താമരശ്ശേരി, കവി, പരിഭാഷകൻ, കാവ്യാലാപകൻ, എഞ്ചിനീയർ, കോട്ടയം പാല സ്വദേശി, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, ഭാഷാപോഷിണി, കലാകൗമുദി, മാധ്യമം തുടങ്ങിയ മുഖ്യധാര പ്രസിദ്ധീകരണങ്ങളിലും വിവിധ സാമൂഹ്യ ഓൺലൈൻ മാധ്യമങ്ങളിലും കവിതകൾ പ്രസിദ്ധീകരിച്ചു വരുന്നു.
കൈരളി TV കവിതാ റിയാലിറ്റി ഷോ മാമ്പഴത്തിലെ സീസൺ 2 വിജയിയാണ്. ആദ്യ കവിതാ സമാഹാരമായ കടൽ കടന്ന കറിവേപ്പുകൾ DC ബുക്സ് പ്രസിദ്ധീകരിച്ചു. ജാഗ്വർ ലാൻഡ് റോവർ UK-യിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. കടൽ കടന്ന കറിവേപ്പുകൾ എന്ന കവിതാ സമാഹാരത്തിന് കേരള സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള മലയാള മിഷൻ പ്രഥമ പ്രവാസി സാഹിത്യ പുരസ്കാരം, മഹാകവി വെൺമണി സാഹിത്യ പുരസ്കാരം ഇവ ലഭിച്ചു. നന്ദി. നന്ദി ടീച്ചർ. നമുക്കൊപ്പം 2 വാക്ക് സംസാരിക്കാൻ വിധികർത്താക്കളിൽ ഒരാളായ വേലു ഹരിദാസ് സർ ചേരുകയാണ്. സ്വാഗതം വേലു ഹരിദാസ് സർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വേലു ഹരിദാസ്. ഈ മനോഹരമായ പരിപാടി, മലയാള മിഷന്റെ ഇങ്ങനൊരു കവിതാലാപന പരിപാടി ഇവിടെ സംഘടിപ്പിച്ച എന്റെ സംഘാടകർക്കും എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച നമ്മുടെ പ്രിയങ്കരനായ മാഷ്, അതുപോലെ തന്നെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച മലയാളത്തിന്റെ പ്രിയ കവി കുരീപ്പുഴ ശ്രീകുമാർ സാർ. അപ്പോ ഞാൻ 2 വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്, ആക്ച്വലി നേരത്തെ ഒരു വിധികർത്താവ് പറഞ്ഞതുപോലെ, സീനിയർ മത്സരത്തിന്റെ വിധികർത്താവായ ആതിര പറഞ്ഞതുപോലെ, ഈ ഒരു മത്സരത്തിൽ നമ്മുടെ മലയാള കവിതകൾ ഇങ്ങനെ ബൈഹാർട്ടാക്കി ഹൃദിസ്ഥമാക്കി ഇങ്ങനെ മത്സരിച്ച അവർക്ക് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതിനാണ് ഏറ്റവും വലിയ ഒരു മഹത്വം ഞാൻ കാണുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അവർ നമ്മുടെ നിത്യജീവിതത്തിൽ മലയാളം അവർ യൂസ് ചെയ്യുന്നത് കുറവായിരിക്കാം. അതുപോലെ തന്നെ കവിത എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു കാവ്യ രീതിയും അവർ അത്രത്തോളം അതിൽ ഇൻവോൾവ് ആകുന്നുണ്ടെന്ന് അറിയില്ല. എങ്കിൽ പോലും അവർ അത് പഠിച്ച് അവതരിപ്പിക്കാൻ കാണിച്ച ആ ഒരു ഉദ്യമത്തിന് നല്ല ഒരു എന്താ പറയാ കയ്യടി നൽകുകയാണ്. അതുപോലെ തന്നെ കൊച്ചുമക്കളിന് കവിത ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എൻ്റെ കൂടെയുള്ള മറ്റ് വിധികർത്താക്കൾ, എന്നേക്കാൾ കൂടുതൽ പ്രഗത്ഭരായ വിധികർത്താക്കളുണ്ട്. അപ്പോൾ അവരോടൊപ്പം ഇങ്ങനെ ഒരു വിധി നിർണ്ണയിക്കാൻ സാധിച്ചതിലും എനിക്ക് മലയാളം മിഷനോട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. കൊച്ചുകുട്ടികൾ വാക്കുകൾ ചൊല്ലുമ്പോൾ എൻ്റെ 1-2 അഭിപ്രായങ്ങളാണ് പറയുന്നത്. വാക്കുകൾ ചൊല്ലുമ്പോൾ അതിൽ എന്തൊക്കെയാണ് വാക്കുകൾ മുറിക്കുന്ന ആ ഒരു രീതി കുട്ടികൾ ഒരുപാട് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്തിരി ഞുണ്ണി എന്നൊക്കെ പറഞ്ഞു, പിന്തിരി ഞുണ്ണി എഴുതിയിരിക്കുന്നത് അങ്ങനെ ആയിരിക്കാം. പക്ഷെ അത് നമ്മള് പിന്നെ അത് പറയുമ്പോൾ ആ എവിടെയൊക്കെ സ്ട്രെസ് കൊടുക്കണം, ഏതൊക്കെ വാക്കുകൾക്ക് സ്ട്രെസ് കൊടുത്താലാണ് അതിന്റെ കറക്റ്റായ വാക്കുകൾ വരുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒരുപാട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഈ ഒരു സമയത്ത് പറയുന്നില്ല. അതുപോലെ തന്നെ കവിതയുടേതായ ഭാവം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലുവാൻ വേണ്ടി ശ്രമിക്കണം. അത് ഉൾക്കൊള്ളായ്മ കുറച്ച് അതിൽ ഉണ്ടായിരുന്നു, കുറച്ച് പേർ ഉൾക്കൊണ്ട് ചൊല്ലിയില്ല. അതുപോലെ തന്നെ അതിനൊരു മത്സരമൊക്കെ ആകുമ്പം അതിനൊരു കാവ്യാലാപന ഭംഗി, അതൊരു ശ്രുതിയിൽ തന്നെ പാടുക. ഓക്കെ, ശ്രുതി എന്നൊക്കെ പറയുന്നത്, ശ്രുതി താളം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതൊന്നും തെറ്റാതെ, ഓക്കെ, അപശ്രുതി വരാതെ ശ്രുതിയിൽ തന്നെ പാടുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നല്ലൊരു ഈണത്തിൽ, താളത്തിലാണെങ്കിൽ താളത്തിൽ തന്നെ ചൊല്ലുക. അത് താളം നിർത്തിയിട്ടുള്ള ഭാഗം വിരുത്തത്തിലാണെങ്കിൽ വിരുത്തത്തിൽ തന്നെ ചൊല്ലുക. ഈ ചില സമയത്ത് രണ്ടും കെട്ട രീതിയിൽ ചൊല്ലാൻ വേണ്ടി പാടില്ല. താളവുമില്ല ശ്രുതിയില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പാടാതെ, ഓക്കെ, മിക്സ് ആക്കിയിട്ട് ചൊല്ലാതെ. പിന്നെ മെയിനായിട്ട് ഇത് തന്നെ അക്ഷരങ്ങൾ മുറിക്കുന്നത്, അത് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടി വരും. ഈ ഒരു സമയമില്ലാത്തപ്പോ ഞാനത് പറയുന്നില്ല. എന്തെങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരാം, ആർക്കെങ്കിലും വേണമെങ്കിൽ. അപ്പോൾ കവിത ചൊല്ലുമ്പോൾ അതൊന്നും നല്ല രീതിയിൽ എനിക്ക് കൈരളി TV എന്നൊക്കെ കിട്ടിയ നമ്മളുടെ കൂടുതൽ ജഡ്ജസ് ഇതിലുണ്ട്, കൈരളി TV എന്നൊക്കെ വന്നവരാണ്. അതിൽ നിന്നാണ് നമ്മൾക്കും ഇത് ലഭിച്ചത്. എങ്ങനെയൊക്കെ വാക്കുകൾ എവിടെയൊക്കെ മുറിക്കണം, വാക്കിന് എവിടെയൊക്കെ പിന്നെ ഭാവം കൊടുക്കണം, ഓക്കെ, അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചൊല്ലുവാൻ വേണ്ടിയിട്ട് ഇനിയുള്ള മത്സരങ്ങളിൽ ശ്രമിക്കുക. അപ്പോ വിധി നിർണയം പിന്നീടാണെന്ന് തോന്നുന്നു. എൻ്റെ 2 വാക്ക് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇതിൽ വന്നതാണ്. ഓക്കെ, എല്ലാ മത്സരാർത്ഥികൾക്കും, സമ്മാനം കിട്ടിയവർക്കും കിട്ടാത്തവർക്കും ഒക്കെ ഇതിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെ സമ്മാനം കിട്ടുന്നതിന് തുല്യമാണ്. അപ്പൊ നിങ്ങളുടെ ഉദ്യമത്തെ ഞാൻ ബഹുമാനിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി വേളു സാർ.
ഈ വർഷം മലയാളം മിഷൻ കുട്ടികൾക്ക് വേണ്ടി ഒരു മാസം നീണ്ടുനിന്ന കവിത പഠന കളരി നീതു ടീച്ചറിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ മെയ് മാസത്തിൽ നടന്നിരുന്നു. മലയാള സാഹിത്യത്തിലെ കവികളെയും കവിതകളെയും കുട്ടികൾക്ക് ലളിതവും രസകരവുമായി പറഞ്ഞു കൊടുക്കുകയും സുഗതാഞ്ജലിക്ക് സഹായകമാകും വിധം ക്ലാസുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്ത നീതു ടീച്ചർക്ക് മലയാള മിഷന്റെ സ്നേഹം എത്ര പറഞ്ഞാലും മതിയാവില്ല. ടീച്ചറാണ് ഇനി നമുക്കൊപ്പം ചേരുന്നത്. നീതു ടീച്ചർക്ക് സ്വാഗതം. നമസ്കാരം. സുഗതാഞ്ജലി കാവ്യാലാപന മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. കാവ്യാലാപന മത്സരത്തിന് മുന്നോടിയായി മലയാള മിഷൻ കർണാടക ചാപ്റ്റർ ഒരു കാവ്യശില്പശാല സംഘടിപ്പിക്കുകയുണ്ടായി. ഈ ശില്പശാലയിൽ പങ്കെടുത്ത എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മളുടെ മലയാള ഭാഷയെയും സംസ്കാരത്തെയും വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമായി നടത്തിവന്ന ഈ ശില്പശാലയ്ക്ക് ചുക്കാൻ പിടിച്ച എല്ലാ നല്ല മനസ്സുകൾക്കും ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. ഈ ശില്പശാലയ്ക്ക് ഭാഗമാകുവാനും അതിന് നേതൃത്വം നൽകുവാനും സാധിച്ച, അതിന് അവസരമൊരുക്കി തന്ന ദാമോദരൻ സാറിനും മീര ടീച്ചറിനും ഹീത ടീച്ചറിനും പ്രദീപ് സാറിനും അതുപോലെ തന്നെ ഇതിന് കുട്ടികളെ പങ്കെടുപ്പിക്കുവാൻ എല്ലാവിധ സപ്പോർട്ടും നൽകിയ മാതാപിതാക്കന്മാർക്കും ആദ്യം തന്നെ നന്ദി പറയുന്നു. നമ്മളുടെ ഭാഷയും സംസ്കാരവും നമ്മളുടെ കുട്ടികളിലൂടെ വരും തലമുറയിലേക്ക് അതിൻ്റെ ഊർജം പകർത്തുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഇനിയും കാവ്യമുകുളങ്ങൾ, ഇനിയും സുഗതാഞ്ജലി മുകുളങ്ങൾ ഇവിടെ ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഒരുപാട് നന്ദി നീതു ടീച്ചർ. അടുത്തതായി സബ് ജൂനിയർ വിഭാഗം വിധികർത്താക്കളെ പരിചയപ്പെടുത്താൻ സൗത്ത് സോൺ അധ്യാപികയായ സിന്ധു ടീച്ചർ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സുഗതാഞ്ജലി 2024 സബ് ജൂനിയർ വിധികർത്താക്കളെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഡോക്ടർ ബിജു നായരങ്ങാടി, നിരൂപകനും പ്രഭാഷകനുമാണ്. തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പളുമാണ്. ബിജു സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ നമുക്ക് ബിജു സാറിൽ നിന്ന് നേരിട്ട് തന്നെ അറിയാവുന്നതാണ്. രണ്ടാമതായി ഡോക്ടർ സിബി കുര്യൻ, ദേവമാതാ കോളേജ് കുറുവിലങ്ങാട് മലയാള ഗവേഷണ വിഭാഗത്തിന്റെ അസോസിയേറ്റ് പ്രൊഫസറും വകുപ്പ് മേധാവിയുമാണ്. UG ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർപേഴ്സണും മഹാത്മാഗാന്ധി സർവകലാശാല റിസർച്ച് ഗൈഡുമാണ്. ഹരിത ഭൂമിക എന്ന കൃതി രചിച്ചിട്ടുണ്ട്. നിരവധി ഗവേഷണ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. NSS സംസ്ഥാന അവാർഡ് ജേതാവാണ്. അടുത്തതായി സരസമ്മ KK, റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ഗവൺമെന്റ് UP സ്കൂൾ ആറൂർ മൂവാറ്റുപുഴ ജില്ലയിൽ മുത്തലപുരത്തു ജനനം. ദീർഘകാലം പാലക്കുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ അധ്യാപികയായിരുന്നു. 1995 മുതൽ 2000 വരെ ഹെഡ് മിസ്ട്രസ് ആയി 2000 വിരമിച്ചു. 1980 മുതൽ കുട്ടികളെ കവിത ചൊല്ലാൻ പഠിപ്പിക്കുന്നു. പെൻഷനായ ശേഷം ഓൺലൈനായി കവിത കളരി നടത്തുന്നു. കവിതാരാമം യൂട്യൂബർ ആണ്. അടുത്തതായി മിഥുൻ VP, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. ജഡ്ജ്മെന്റ് എക്സ്പീരിയൻസ്: സ്റ്റേറ്റ് കലോത്സവം കോഴിക്കോട്, എറണാകുളം ഡിസ്ട്രിക്ട് കലോത്സവം, 4 സബ് ഡിസ്ട്രിക്ട് കലോത്സവം, പയ്യന്നൂർ താലൂക്ക് കുടുംബശ്രീ കലോത്സവം, സ്റ്റേറ്റ് ലയൺസ് ക്ലബ് കലോത്സവം, മുനിസിപ്പാലിറ്റി കലോത്സവം, ഇതിലൊക്കെ വിധികർത്താവായി പ്രവർത്തിച്ചിട്ടുണ്ട്. കൈരളി TVയുടെ മാമ്പഴം ഫൈനലിസ്റ്റ് ആണ്. സിംഗപ്പൂർ ഫോക്കസ് മലയാളം റിയാലിറ്റി ഷോ ഫൈനലിസ്റ്റും സ്പെഷ്യൽ ജൂറി അവാർഡ് ജേതാവുമാണ്. 2 തവണ പയ്യന്നൂർ സബ് ഡിസ്ട്രിക്ട് കലാപ്രതിഭയാണ്. 2024 അക്ഷരശ്രീ പുരസ്കാരം നേടിയിട്ടുണ്ട്. കേരള സംഗീതശ്രീ പുരസ്കാരവും നേടിയിട്ടുണ്ട്. നന്ദി. നന്ദി സിന്ധു ടീച്ചർ. അടുത്തതായി സുഗതാഞ്ജലി വിധികർത്താക്കളിൽ ഒരാളായ വിജു നായരങ്ങാടി മാഷ് കുട്ടികളുടെ കവിതാലാപനത്തെ പറ്റി 2 വാക്ക് സംസാരിക്കും. സ്വാഗതം മാഷെ. എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നല്ലോ? കേൾക്കാം. സത്യത്തിൽ കഴിഞ്ഞ 50-55 മിനിറ്റായി ഞാൻ വളരെ വലിയൊരു അത്ഭുതത്തിന് മുമ്പിലാണ് ഇരിക്കുന്നത്.
നീതുവാണ് ഈ സംരംഭവുമായിട്ട് എന്നെ അടുപ്പിക്കുന്നത്. പിന്നീട് മീര നിരന്തരമായി ബന്ധപ്പെടുകയും വളരെ രസകരമായി ഇതുമായി കൂട്ടിയിണക്കുകയും ചെയ്തു. ഞാൻ ഒരു ഘട്ടത്തിൽ ജൂനിയർ സബ് ജൂനിയർ വിഭാഗത്തിന്റെയും അതിന്റെ അവസാന ഘട്ടത്തിൽ സബ് ജൂനിയർ വിഭാഗത്തിന്റെയും ജഡ്ജായാണ് ഇരുന്നത്. അത്ഭുതമാണ് സത്യത്തിൽ എന്നെ സംബന്ധിച്ച് അവശേഷിക്കുന്ന വികാരം. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, കേരളത്തിന് പുറത്ത് മലയാളം കവിത, മലയാളത്തിലെ പ്രധാനപ്പെട്ട കവികൾ, ഇപ്പൊ ഇടശ്ശേരി, അതേപോലെ ആശാൻ, വൈലോപ്പിള്ളി, സുഗതകുമാരി, ചങ്ങമ്പുഴ, ബാലാമണി അമ്മ, ഇങ്ങനെ മലയാളത്തിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ കവികൾ വളരെ കൃത്യമായി വായിക്കപ്പെടുകയും അത് അരങ്ങിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് മലയാളം ശീലമില്ലാത്ത കുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾ ജീവിച്ചു പോരുന്ന സാഹചര്യത്തിൽ അവർ നിരന്തരം ഉപയോഗിക്കുന്ന അവരുടെ വ്യവഹാര ഭാഷ ഏതാണോ ആ ഭാഷ തന്നെ ഭാഷയിലേക്ക് ചുരുങ്ങി പോവുക എന്നതോ വളർന്നു പോവുക എന്നതോ കുട്ടികളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ അവരിലേക്ക് അവരുടെ മാതാപിതാക്കളുടെ മാതൃഭാഷയും അതിന്റെ കവിതയും സാഹിത്യവും സംസ്കാരവും അവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നതും അവരതിനെ കൃത്യമായി ഉൾക്കൊള്ളുന്നു എന്നതും എനിക്ക് അതിനാണ് അതിലെ ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. ഇപ്പോ ഈ കുട്ടികൾ ചൊല്ലുന്നതിൽ ഭൂരിപക്ഷം കുട്ടികളിൽ പലർക്കും നേരത്തെ പറഞ്ഞ പോലെ ഭാഷ സ്ഥിരമായി ഉപയോഗിക്കാത്തതിന്റെ ചില വഴക്കക്കുറവുകൾ ഉണ്ടെങ്കിൽ കൂടി ഈ മത്സരങ്ങളിൽ ഒന്നാമതെത്തിയ കുട്ടികൾ ആരും തന്നെ മലയാളം സ്ഥിരമായി ഉപയോഗിക്കാത്തവരാണെന്ന് ആരോട് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. മത്സരത്തിൽ ഒന്നാമതെത്തിയപ്പോൾ ഈ സബ് ജൂനിയർ വിഭാഗത്തിൽ 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തും എത്തിയ കുട്ടികൾ മലയാളം ഉപയോഗിക്കാത്തവരാണ് എന്ന് ആരോട് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. അത്ര ഭംഗിയായി, അത്ര വൃത്തിയായി, അത്ര ഭാവാത്മകമായാണ് അവര് കവിത ചൊല്ലുന്നത്. ഈ 1-ാം സമ്മാനം കിട്ടുന്ന കുട്ടി, റിസൾട്ട് ഞാൻ പിന്നീട് പറയാം. 1-ാം സമ്മാനം കിട്ടുന്ന കുട്ടി ശരിക്കും കൃത്യമായിട്ട് പറഞ്ഞാൽ കവിതയ്ക്ക് ഇണങ്ങുന്ന ഒരു സംഗീതം, അത് പദം മുറിക്കുന്നതിൽ ആ കുട്ടി കാണിച്ചിരിക്കുന്ന ജാഗ്രത, അർത്ഥബന്ധം മുറിയാതെ ഉച്ചാരണ ശുദ്ധിയോടുകൂടി കൃത്യമായ ഒരു രാഗഛായയിൽ ഒട്ടും ശ്രുതി പിണങ്ങാതെ മോഡുലേഷൻ വളരെ കൃത്യമായി സൂക്ഷിച്ച് കാവ്യഭാവം സൂക്ഷ്മസ്ഥായിയിൽ ഇണങ്ങുന്ന ഒരു ശബ്ദത്തോടു കൂടി ഞാൻ വളരെ എന്താ പറയാ ഈ ആരാധനാഭാവത്തിലാണ് കുട്ടിയെ കേട്ടിരുന്നത്. അത് ആവർത്തിച്ച് കേൾക്കാനും തോന്നുന്നു എന്നതാണ്. തൊട്ടു പിന്നാലെ വന്നവരും അത് പലപ്പോഴും എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഫോട്ടോ ഫിനിഷ് ആയിരുന്നു എന്നതാണ്. തൊട്ടു പിന്നാലെ വരുന്നവർ എല്ലാവരും അത് ചെറിയ കുട്ടികളാണ്. പക്ഷെ അവര് ഈ കേരളത്തിൽ ജനിച്ചു വളർന്ന കുട്ടികൾ കവിത ചൊല്ലുന്ന സമയത്ത് കാണിക്കാത്ത സൂക്ഷ്മതയും ജാഗ്രതയും ഈ കുട്ടികൾ കാണിച്ചിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് അങ്ങേയറ്റത്തെ ആഹ്ലാദമുണ്ട്. കാരണം ജീവിതത്തിൽ കവിത ജീവശ്വാസം പോലെ കൊണ്ടു നടക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. എനിക്ക് കവിത അത്ര പ്രാണപ്രിയമായി കൊണ്ട് നടക്കുന്ന ആൾക്കാരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി ഒരു കവിത ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ആ കുട്ടി ആ കവിതയിലേക്ക് ആഴ്ന്നിറങ്ങി ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോ സീനിയർ വിഭാഗത്തിൽ 1-ാം സമ്മാനം കിട്ടിയ കുട്ടി ചൊല്ലിയ കറുത്ത ചിട്ടികൾ എന്ന കവിത ഒരുപക്ഷെ അത്ര മനോഹരമായി കേരളത്തിൽ ഒരു കുട്ടി അത് ചൊല്ലി കേട്ടിട്ടില്ല. എല്ലാവർക്കും എൻ്റെ ഭാവുകങ്ങൾ, വിശേഷിച്ച് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സമർപ്പിത ചേതസ്സുകളായ ഓരോ മനുഷ്യരോടും ഞാൻ എൻ്റെ ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഭാഷയെയും സാഹിത്യത്തെയും കവിതയെയും സ്നേഹിക്കുകയും ജീവനോപാധിയായി സ്വീകരിക്കുകയും ചെയ്ത ഒരാൾ. അങ്ങനെയാണല്ലോ ഇത് വെറുതെ വിനോദ ഉപാധി മാത്രമല്ല, ജീവനോപാധിയായി സ്വീകരിച്ച ഒരാൾ എന്ന നിലയിൽ എനിക്കുള്ള സ്നേഹവും കടപ്പാടും ഞാൻ ഇവിടെ അറിയിക്കുന്നു. എല്ലാവർക്കും ഇങ്ങനെ വലിയൊരു മിഷന്റെ ആയി തീരാൻ ഒരിടം തന്ന ഈ കേരള മിഷന്റെ മലയാളം മിഷൻ കർണാടക ചാപ്റ്ററിന്റെ ഓരോ ഭാരവാഹിയോടും ഓരോ പ്രവർത്തകയോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നന്ദി മാഷെ. എല്ലാവരും റിസൾട്ട് അറിയുവാനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നറിയാം. അപ്പോൾ അടുത്തതായി നമ്മുടെ ജൂനിയർ വിഭാഗം ഫലപ്രഖ്യാപന ചടങ്ങാണ്. അതിനായി വേലു ഹരിദാസ് സാറിനെ ക്ഷണിക്കുന്നു. ജൂനിയർ വിഭാഗം വിജയിച്ച കുട്ടികളുടെ വീഡിയോ നമുക്ക് കാണാം. വീഡിയോ കഴിഞ്ഞതിന്
വീഡിയോ കഴിഞ്ഞതിന് ശേഷമാണോ ഞാൻ പറയേണ്ടത്? അല്ല, എന്താണ്? വേലു സാർ വിന്നർ ഡിക്ലെയർ ചെയ്തോളൂ, അത് കഴിഞ്ഞ് വീഡിയോ കാണിച്ചു. ഓക്കെ 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 ഓക്കെ. അപ്പോ ഇപ്പോ നമ്മുടെ ഒരു ജഡ്ജി പറഞ്ഞതുപോലെ മനോഹരമായ വാക്കുകൾ, എന്താ പറയാ, അത് തന്നെ ഒരു കവിത പോലെ ഉണ്ടായിരുന്നു ഇങ്ങരുടെ വാക്കുകൾ, ആ ഒരു സന്തോഷം. അപ്പോ ഞാൻ നേരിട്ട് തന്നെ കുറച്ച് വാക്കുകൾ നേരത്തെ പറഞ്ഞുകൊണ്ട് നേരിട്ട് തന്നെ സ്ഥാന നിർണയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോ സുഗതാഞ്ജലി 2024 ജൂനിയർ വിഭാഗത്തിലെ 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്, ആ കുട്ടി വളരെ ഭംഗിയായിട്ട് ചൊല്ലി ആ കവിത. ഓക്കെ, അതിൻ്റെതായ ഏറ്റക്കുറച്ചിലുകളൊക്കെ ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടായാലും അത് കുഴപ്പമില്ല. അത് നമ്മൾ മനുഷ്യനാരും എന്താ പറയാ പൂർണ്ണനല്ലല്ലോ. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ കൂടി വളരെ ഗംഭീരമായിട്ട് ആലപിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ചെസ് നമ്പർ 810 810 മിഥാലി പി വികാസ്, നോർത്ത് മേഖല. ജൂനിയർ വിഭാഗം 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് കോഡ് നമ്പർ 818 818 തനിഷ്ക MV, മൈത്രി മലയാളം പഠനവേദി, മൈസൂർ മേഖല. 3ാം സ്ഥാനം 812 മൈഥിലി ദീപു കൃഷ്ണ, രാജരാജേശ്വരി മലയാളി സമാജം, വെസ്റ്റ് മേഖല. ഈ 3 മത്സരാർത്ഥികൾക്കും 1, 2, 3 സ്ഥാനം ലഭിച്ചവർക്കും അതുപോലെ തന്നെ പങ്കെടുത്തവർക്കും, പങ്കെടുത്ത് നിങ്ങൾ മത്സരിക്കാൻ കാണിച്ച ഒരു മനസ്സിനും എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകൾ അറിയിക്കുകയാണ്. നന്ദി. നന്ദി വേലുമാഷെ. നമുക്ക് അവരുടെ കാവ്യാലാപനത്തിന്റെ ഒരു ചെറിയ ഭാഗം കാണാം. സുപ്രഭാതമടുത്തു നഭസ്സിലേക്കുൽപ്പതിക്കുന്നു മാമകവർഗക്കാർ. കൊച്ചു പക്ഷിയാം ഞാനോ, കൊച്ചു പക്ഷിയാം ഞാനോ, തമസ്സിൽ താനച്ഛമാമി പുലർ വെളിച്ചത്തിലും. പഞ്ചരത്തിന്റെ ചുറ്റഴിയോരോന്നും എന്നെ നോക്കി ചിരിപ്പതായി തോന്നുന്നു. മർത്യർ തൻ പരിലാളനമൊന്നും എന്നുൾ തടത്തിനു ശാന്തിയെ നൽകിടാം. മർത്യർ തൻ പരിലാളനമൊന്നും എന്നുൾ തടത്തിനു ശാന്തിയെ നൽകിടാം. വിട്ടയച്ചാലും എന്നെ കൂട്ടിൽ നിന്നൊട്ടു പാറി പറക്കട്ടെ വാനിൽ ഞാൻ. ഭംഗിയേറിയ പൊന്നിൻ മറയ്ക്കുള്ളിൽ ഇങ്ങടലുകൾ ഉച്ഛ്വസിച്ചിടുന്നു. അശ്രുസഞ്ചയമാവിയായി പൊങ്ങിപ്പോയി അമ്പരത്തെ പുക പിടിപ്പിക്കുന്നു. പൂവണി മധുമാസ പുലർക്കാറ്റും ജീവരാശിയെ തട്ടിയുണർത്തുമ്പോൾ ആശയാം പുഴുവുള്ളിൽ കടന്നിട്ടെന്നാശയത്തെ കരണ്ടു മുറിക്കുന്നു. സാന്ധ്യരാഗം നഭസ്സിൽ പരക്കുമ്പോൾ ശാന്തിയെ. ബാലാമണി അമ്മയുടെ വിട്ടയയ്ക്കുക എന്ന പ്രസിദ്ധമായ കവിത. വിട്ടയയ്ക്കുക വിട്ടയയ്ക്കുക കൂട്ടിൽ നിന്നെന്നെ, ഞാനൊട്ടുവാനിൽ പറന്നു നടക്കട്ടെ. വിട്ടയയ്ക്കുക കൂട്ടിൽ നിന്നെന്നെ, ഞാനൊട്ടുവാനിൽ പറന്നു നടക്കട്ടെ. സുപ്രഭാതമടുത്തു നഭസ്സിലേക്കുൽപ്പതിക്കുന്നു മാമകവർഗക്കാർ. കൊച്ചു പക്ഷിയാം ഞാനോ, കൊച്ചു പക്ഷിയാം ഞാനോ, തമസ്സിൽ താനച്ഛമാമി പുലർ വെളിച്ചത്തിലും. പഞ്ചരത്തിന്റെ ചുറ്റഴിയോരോന്നും
എന്നെ നോക്കി ചിരിപ്പതായി തോന്നുന്നു. മർത്യർ തൻ പരിലാളനമൊന്നുമെൻ ഉൾത്തടത്തിനു ശാന്തിയെ നൽകിടാം. മർത്യർ തൻ പരിലാളനമൊന്നുമെൻ ഉൾത്തടത്തിനു ശാന്തിയെ നൽകിടാം. വിട്ടയച്ചാലും എന്നെ ഈ കൂട്ടിൽ നിന്ന് ഒട്ടുപാറിപ്പറക്കട്ടെ വാനിൽ ഞാൻ. ഭംഗിയേറിയ പൊന്നിൻ മറയ്ക്കുള്ളിൽ ഇങ്ങഴലുകൾ ഉച്ഛ്വസിച്ചിടുന്നു. അശ്രുസഞ്ചയം ആവിയായി പൊങ്ങിപ്പോയി അമ്പലത്തെ പുക പിടിപ്പിക്കുന്നു. നമസ്കാരം. ബാലാമണി അമ്മയുടെ 2 കുട്ടികൾ എന്ന കവിത. 2 പേരിൽ തുടങ്ങി 2 രാജ്യങ്ങളിലേക്ക് എത്തിയേക്കാവുന്ന സമകാലിക മതിലുകളെ ഈ കവിത ഓർമ്മിപ്പിക്കുന്നു. പോരുമിപ്പാൾ മത്സരം പോരുമെൻ പ്രിയതോഴ, വാരിളം ചാർത്തിന്മേലുരുളാൻ പോരു വീണ്ടും. തങ്ങളിൽ പുൽകിക്കൊണ്ടേ രമ്യമാം പുഴവക്കത്തങ്ങനെ കളിക്കാനായി വന്ന കുട്ടികൾ നമ്മൾ. വിരിഞ്ഞും തേനുൾ തിങ്ങി വിരിയാറായും ചുറ്റും വിളങ്ങുമലകളാൽ കുടന്ന നിരയ്ക്കാതെ മഴവില്ലൊളി നീലെ വിതറിപ്പാറിപ്പോകുമഴകിൻ പക്ഷങ്ങളെ പാഞ്ഞു പിന്തുടരാതെ എന്തിനോ കൊടും വാക്കാൽ കുത്തിനോ വിപ്പൂ തമ്മിൽ ചിന്തകളാലേ ചരൽ കല്ലെടുത്തെറിയുന്നു. പോരുമിപ്പോരിങ്ക നാം പങ്കുവെച്ചെടുത്തല്ലോ പാരിദേവരെ അറിഞ്ഞോരു വേദനയെല്ലാം. മൃദുവായി തലോടിയ കൈകളാലായാലെന്റെ നിതമാമൊരുന്തലുമുഗ്രയാതനമാവാൻ. വിജയിച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. അടുത്തതായി സബ് ജൂനിയർ വിഭാഗം വിജയികളെ പ്രഖ്യാപിക്കുന്നതിനായി വിജു നായരങ്ങാടി മാഷിനെ ക്ഷണിക്കുന്നു. അതിനുശേഷം നമുക്ക് അവരുടെ കാവ്യാലാപനത്തിന്റെ ഒരു ചെറിയ ഭാഗം കേൾക്കാം. നമസ്കാരം. വളരെ സന്തോഷത്തോടെ സബ് ജൂനിയർ വിഭാഗത്തിന്റെ റിസൾട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. 1ാം സമ്മാനം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ദക്ഷ എൻ സ്വരൂപ് എന്ന കുട്ടിയാണ്. ദക്ഷ എൻ സ്വരൂപ് 1943 സ്പന്ദിക്കുന്ന 43 ചങ്ങമ്പുഴ എഴുതിയ ഒരു കവിത, ആ കുഗ്രാമത്തിൽ എന്ന കവിതയാണ് അയാൾ ചൊല്ലിയിട്ടുള്ളത്. അസാമാന്യ ഭംഗിയിൽ ചൊല്ലിയിട്ടുണ്ട്. മിടുക്കനാണ് ദക്ഷ എന്ന് കേൾക്കുന്ന ആർക്കും അത് ബോധ്യമാവും. മറ്റൊന്ന്, 2ാം സമ്മാനം വാങ്ങി 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് നിയ ലക്ഷ്മി എൻ എന്ന് പറയുന്ന കുട്ടിയാണ്. നിയ കാവ്യനർത്തകിയാണ് ചൊല്ലിയത്. ചങ്ങമ്പുഴയുടെ അസാമാന്യമായ കവിതകളിലൊന്നാണ് കാവ്യനർത്തകി. ഓരോ സിലബിളിലും സംഗീതവും കവിതയും ഒരേ അനുപാതത്തിൽ ചേർന്ന് നിൽക്കുന്ന ഒരു അത്ഭുത കവിതയാണ് കാവ്യനർത്തകി. ഈ അനുപാതത്തെ വളരെ കൃത്യമായി അനുഭവിപ്പിക്കുന്ന തരത്തിലുള്ള അവതരണമായിരുന്നു നിയയുടേത് എന്ന് പറയാം. 3ാം സ്ഥാനത്ത് വന്നത് പ്രാർത്ഥന മിഥുൻ വർമ്മയാണ്. പ്രാർത്ഥന ചങ്ങമ്പുഴയുടെ ആപ്പുമാല എന്ന കവിതയാണ് ചൊല്ലിയത്. ബാഷ്പാഞ്ജലി എന്ന 1ാം സമാഹാരത്തിലെ ആദ്യത്തെ കവിതയാണ് ഈ ആപ്പുമാല. അതൊരു അസാമാന്യ കവിതയുമാണ്. എന്നാൽ അത്യന്തം ലളിതമായ കവിതയാണ്. അത് ചൊല്ലി ഫലിപ്പിക്കാൻ വളരെ പ്രയാസവുമാണ്. എളുപ്പമാണെന്ന് തോന്നും, പക്ഷെ അത് ഒരുപാട് ചതിക്കുഴികളുള്ള ഒരു കവിതയാണ്. അത് വളരെ ശ്രദ്ധാപൂർവം കവിതയുടെ ഒരു ഭാഗം മാത്രം തെരഞ്ഞെടുത്ത് ആണ് പ്രാർത്ഥന അവതരിപ്പിച്ചത്.
ബാക്കി പങ്കെടുത്ത എല്ലാവരും അവർക്ക് സാധ്യമാകുന്ന രീതിയിൽ പരമാവധിയിൽ ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും 3 പേരെ നമ്മൾ ഇങ്ങനെ തെരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്നു. എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവും അഭിനന്ദനവും അറിയിക്കുന്നു. നന്ദി. നമസ്കാരം. ശ്രീ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആ കുഗ്രാമത്തിൽ എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. വിലസി വിഗതാലസം 3 സംവത്സരം വിജയനോടു കൂടിയ നാട്ടിൻ പുറത്തു ഞാൻ ഒരു ചെറിയ കുഗ്രാമമാണെങ്കിലെന്തെനിക്ക് അരുതിനി മറക്കാൻ അവിടെ എൻ ജീവിതം. നഗരസുഖമേ നീ നമസ്കരിച്ചിടുക ആ നഗവന തലങ്ങൾ തൻ നഗ്നപാദങ്ങളിൽ. അവനത ശിരസ്കയായി നിൽക്കേണ്ടതാണു നീ അവിടെ എഴുമോരോ സമൃദ്ധി തൻ മുന്നിലും. പല പല ജനങ്ങൾ തൻ കോലാഹലങ്ങളാൽ അലകളിടകീടാത്ത ശാന്താന്തരീക്ഷവും അവികല സമാധാന സങ്കേതകങ്ങൾ പോൽ അവിടവിടെയായി കാണുമോലപ്പുരകളും. ഒരു പരിധിയില്ലാത്ത പച്ചവിരിപ്പിനാൽ കരൾ കവരുമോരോ പരന്ന പാടങ്ങളും. അകലെയൊരു ചിത്രം വരച്ച പോലന്തിയിൽ ചൊക മിനുങ്ങുന്ന കുന്നിൻ മുടികളും. വഴിയിലരയാലിൻ ചുവട്ടിൽ അത്താണി തന്നരികിലൊരു തണ്ണീർ കൊടുക്കുന്ന പന്തലും. പ്രിയ കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സ്വരരാഗസുധ എന്ന സമാഹാരത്തിലുള്ള കാവ്യനർത്തകി എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. മലയാള കവിതയെ ഒരു നർത്തകിയെ സങ്കല്പിക്കുന്ന ഒരു ഭാവാത്മക കവിതയാണ് കാവ്യനർത്തകി. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർ പൂപ്പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴിക്കോണുകൾ സ്വപ്നം മയങ്ങി കതിരുതിർ പൂപ്പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി. ഒഴുകും മുടയാടയിൽ ഒളിയലകൾ ചിന്നി അഴകൊരുടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹന ശുഭനർത്തനമാടുന്ന മഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ. മതിമോഹന ശുഭനർത്തനമാടുന്ന മഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ. ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും ഒരു പകുതി പ്രജ്ഞയിൽ കരിപൂശയ വാവും. ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും ഒരു പകുതി പ്രജ്ഞയിൽ കരിപൂശിയ വാവും. ഇടചേർന്നൻ ഹൃദയം പുതുപുളകങ്ങൾ ചൂടി ചുടുനെടുവീർപ്പുകൾക്കിടയിലും കൂടി. നമസ്കാരം. ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് പ്രശസ്ത കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആ പൂമാല എന്നുള്ള കവിതയാണ്. ആരു വാങ്ങുമിന്നാരു വാങ്ങുമി ആരാമ
എന്നോടു യാത്രയും ചൊല്ലി നിർദ്ദയം വിട്ടു പോകയാൽ മന്ദചേഷ്ടനായി നിന്നിരുന്നു ഞാൻ മന്ദിരാങ്കണ വീഥിയിൽ. എത്തിയൻ കാതിലപ്പൊഴുതോരു മുഗ്ധ സംഗീത കന്തളം. ആരു വാങ്ങുമി ആരാമത്തിൻ്റെ രോമാഞ്ചം. പച്ചപ്പുൽക്കൊടി തുഞ്ചിൽ തഞ്ചുന്ന കൊച്ചുമാണിക്യ കല്ലുകൾ. പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ. വിജയിച്ച കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ഇന്നത്തെ പരിപാടിയുടെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അടുത്തതായി നന്ദി പറയുവാൻ കർണാടക ചാപ്റ്റർ അക്കാദമിക് കോർഡിനേറ്റർ മീര ടീച്ചറെ ക്ഷണിക്കുന്നു. നന്ദി ശരൺ. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. കർണാടക ചാപ്റ്റർ സുഗതാഞ്ജലി മത്സരത്തിന്റെ ഫലപ്രഖ്യാപനം ഇപ്പൊ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനം ലഭിച്ച കുട്ടികൾക്കും ആദ്യം തന്നെ ആശംസിക്കുകയാണ്. എന്റെ കർത്തവ്യം നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ മലയാള മിഷനിലെ പ്രിയപ്പെട്ട അധ്യാപകര്, അതുപോലെ പങ്കെടുത്ത എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും, എല്ലാ അധ്യാപകർക്കും, രക്ഷിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ സുഗതാഞ്ജലി മേഖലയിലും ചാപ്റ്ററിലും പങ്കെടുത്ത കുട്ടികൾ, അവരെ തയ്യാറാക്കിയ അധ്യാപകർ, രക്ഷിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ പരിപാടിയുടെ ഉദ്ഘാടകനായിട്ട് നമുക്ക് ലഭിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായിട്ടുള്ള ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ സാറാണ്. അദ്ദേഹത്തിന് മലയാള മിഷന്റെ പേരിലും എന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ എല്ലാ പരിപാടിക്കും ചുക്കാൻ പിടിച്ചത്. സ്വാഗതം പറഞ്ഞ് നമ്മുടെ സുഗതാഞ്ജലി കോർഡിനേറ്റർ ജീവൻ സാർ, അധ്യക്ഷ സ്ഥാനം നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട ദാമോദരൻ മാഷ്, ആശംസ പ്രസംഗം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട കൺവീനർ ടോമി മാഷ്, സെക്രട്ടറി ഹിത ടീച്ചർ. അതോടൊപ്പം നമുക്ക് എടുത്തു പറയാനുള്ളത്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വർഷം നമുക്ക് ലഭിച്ച 10 വിധികർത്താക്കളാണ്. വിധികർത്താക്കളിൽ 3 പേരിൽ നമ്മൾ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. 10 വിധികർത്താക്കളും അവരുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമുക്കൊപ്പം ആദ്യ അവസാനം വരെ കൂടെ നിന്നിരുന്നു. എല്ലാ സഹകരണവും എല്ലാ സമയത്തും നമുക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു. എത്ര നന്ദി പറഞ്ഞാലും അവരടുത്ത് ആ 10 വിശിഷ്ട വ്യക്തികൾക്കും മതിയാവില്ല. എത്ര നന്ദി പറഞ്ഞാലും അവർ ഓരോരുത്തർക്കും എന്റെയും മലയാള മിഷന്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇന്ന് കുട്ടികളോട് സംസാരിക്കാൻ എത്തിച്ചേർന്ന ബിജു നായരങ്ങാടി സാർ, ആതിര മധു, അതുപോലെ വേലു ഹരിദാസ് സാറിനും ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ അതോടൊപ്പം നമ്മുടെ സുഗതാഞ്ജലി കാവ്യാലാപന മത്സരത്തിലും നമ്മുടെ കവിതകളെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് നമ്മളോടൊപ്പം ആദ്യാവസാനം കൂടി ഉണ്ടായിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നീതു ടീച്ചറാണ്. നീതു ടീച്ചർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമുക്ക് മുഴുവൻ ടെക്നിക്കൽ സപ്പോർട്ട് തന്നിട്ടുള്ള മലയാള മിഷന്റെ കർണാടക ചാപ്റ്റർ ടെക് ടീം, ജിസോ മാഷ്, നമ്മുടെ പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ സിന്ധു ടീച്ചർ, നമ്മുടെ വിധികർത്താക്കളെ പരിചയപ്പെടുത്തി തന്ന നമ്മുടെ പ്രിയപ്പെട്ട ശാരിക ടീച്ചർ, സിന്ധു ടീച്ചർ, സുധ ടീച്ചർ, ഇവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മുടെ ഈ പരിപാടി മനോഹരമാക്കി തീർത്തത് നമ്മുടെ 2 നീലക്കുറിഞ്ഞി കുട്ടികളാണ്, അമീൻ, ശരൺ. അമീനും ശരണും നമ്മുടെ മലയാള മിഷന്റെ പേരിൽ നമ്മുടെ സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. ഇനി മറ്റാരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മുടെ ഈ ഓരോ പ്രവർത്തനങ്ങൾക്കും കർണാടക ചാപ്റ്ററിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, സുഗതാഞ്ജലി മാത്രമല്ല എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു അക്കാദമിക് ടീമുണ്ട്. അക്കാദമിക് ടീമിലെ എല്ലാ സോണിലെയും, മൈസൂർ മേഖലയിലും ബാംഗ്ലൂരിലെ 5 മേഖലയും ഉടുപ്പി മേഖലയിലും എല്ലാ അധ്യാപകർക്കും പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒന്നുകൂടെ നന്ദി എടുത്തു പറയുകയാണ്. നമ്മുടെ കർണാടക ചാപ്റ്ററിലെ എല്ലാ പ്രവർത്തനങ്ങളും, ഭാഷാ പ്രവർത്തനങ്ങൾക്കായാലും മറ്റു പ്രവർത്തനങ്ങൾക്കായാലും എന്നും നമ്മളോട് അർപ്പണബോധമുള്ള സ്നേഹം നിറഞ്ഞ ഒരുപാട് അധ്യാപകരുണ്ട്. അധ്യാപകർക്കും ഈ ഒരു സുഗതാഞ്ജലി ഇത്രയും മനോഹരമാക്കി തീർത്ത സുഗതാഞ്ജലി പ്രിപ്പറേഷൻ ടീമിനും അതുപോലെ
നമ്മുടെ എല്ലാവർക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. സതീഷ് തോട്ടശ്ശേരി സാറ്, നമ്മുടെ ജഡ്ജിങ് പാനലിനെ ഒരുപാട് സഹായിച്ച സതീഷ് തോട്ടശ്ശേരി സാറ്, നമ്മുടെ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിലും മലയാളം മിഷന്റെ പേരിലും എന്റെ പേരിലും നന്ദി പറയുന്നു. ഈ സുഗതാഞ്ജലി പോലെ ഇനി വരുന്ന എല്ലാ അക്കാദമിക് പരിപാടികളും അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും ഇതുപോലെ തന്നെ മനോഹരമായി തീരട്ടെ എന്ന് അകമഴിഞ്ഞ് ആശംസിക്കുന്നു, അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. നന്ദി മീര ടീച്ചറെ. അങ്ങനെ ഈ വർഷത്തെ കർണാടക ചാപ്റ്റർ സുഗതാഞ്ജലി മത്സരം വളരെ ഭംഗിയായി ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ഇനി വരും കൊല്ലങ്ങളിലും സുഗതാഞ്ജലിയും അതുപോലെ മറ്റ് വൈവിധ്യമാർന്ന ഒരുപാട് പരിപാടികൾ നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മടങ്ങാം. അല്ലേ ശരൺ? അതെ അമീൻ. ഇന്ന് ഈ പരിപാടി മനോഹരമാക്കി തീർത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.